നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ പറയുന്ന നാളുകളിൽ ജനിച്ച 2 പേര് ഉണ്ടോ എന്ന് നോക്കണേ. ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീടിൻ്റെ ഭാഗ്യമാണ്. രാജയോഗം ഉൾപ്പെടെ പല സൗഭാഗ്യങ്ങളും നിങ്ങളുടെ വീട്ടിലേക്ക് ഈ 2 നാളുകളുടെ സാന്നിധ്യത്താൽ കടന്നു വരുന്നതാണ്. അതായത് നിങ്ങളോ നിങ്ങളുടെ സഹോദരനോ, അല്ലെങ്കിൽ നിങ്ങളും ഭാര്യയും, അല്ലെങ്കിൽ നിങ്ങളും മകനും, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും, അങ്ങനെ ആരെങ്കിലും ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്ന, ഒരേ വീട്ടിൽ താമസിക്കുന്ന 2 പേര്, 2 നാളുകാർ, ഞാനിപ്പോൾ പറഞ്ഞുതരാം 2 നാളുകാർ ഏതൊക്കെയാന്ന്. ആ നാളുകാർ ഒരു വീട്ടിൽ ഒരു കൂരയ്ക്കടിയിൽ വന്നാൽ ആ വീടിന് ജ്യോതിഷവശാൽ രാജയോഗം കൈവരുമെന്നാണ്. ആ നാളുകാരെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. 11 പേർ നാളുകൾ, അല്ലെങ്കിൽ 11 സെറ്റ് നാളുകൾ ഇത്തരത്തിലുണ്ട് എന്നുള്ളതാണ്. രാജയോഗ തുല്യമായിട്ടുള്ള ഫലങ്ങൾ ഒരേ നാളുകൾ, ചിലപ്പോൾ അച്ഛനും മോനും ആയിരിക്കാം, അല്ലെ അമ്മയും മോനും ആയിരിക്കാം, അല്ലെ സഹോദരനും സഹോദരിയായിരിക്കാം. ഒരേ അടിയിൽ, അതായത് ഒരു കൂരയ്ക്കടിയിൽ ഒരേ അടുത്ത് താമസിക്കുന്ന, അപ്പം പലയിടത്ത് വീട് വെച്ച് താമസിക്കുന്നവർ പറ്റത്തില്ല. ഒരേ വീട്ടിൽ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ താമസിക്കുന്ന ഗൃഹത്തിനാണ് ജ്യോതിഷവശാൽ ഈ ഭാഗ്യം വന്നു ചേരുന്നത് എന്ന് പറയുന്നത്. ഇന്ന് ആ നാളുകളെ പറ്റിയാണ് പറയുന്നത്. ഞാൻ ആ പറയുന്ന 11 സെറ്റും നാളുകാർ നിങ്ങൾ കേട്ടു നോക്കൂ. ഇതിൽ ഒരു സെറ്റ് നാളുകാരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇനി എത്ര കഷ്ടപ്പാടുണ്ട് എന്നുണ്ടെങ്കിലും അതെല്ലാം തീരും. നിങ്ങളുടെ വീട് രക്ഷപ്പെടും. രാജയോഗമാണ് നിങ്ങളുടെ വീടിനെ കാത്തു നിൽക്കുന്നത്. ഈ 2 നക്ഷത്രക്കാർ വാഴുന്നിടം, ഒന്നിച്ച് വാഴുന്നിടം, ആ വീട് സ്വർഗതുല്യമായി തീരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറെ ഒരു 5 കൂട്ടം നാളുകളെ കൂടെ ഞാൻ പറഞ്ഞു തരാം. ആ നാളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂരയ്ക്ക് കീഴിൽ താമസിച്ചാൽ ദോഷമായിട്ടുള്ള നാളുകളാണ്. അതും ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. ഈ 5 സെറ്റിലുള്ള നാളുകൾ, അതായത് ഈ പറയുന്ന 5 നാളുകൾ ഒരേ വീട്ടിൽ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ ദുഃഖവും ദുരിതവും വിട്ടൊഴിയത്തുമില്ല എന്നുള്ളതാണ്. ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ടാകും. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ആ ദോഷങ്ങൾ ഒഴിവാകാനായിട്ട് ചെയ്യേണ്ട ഒരു വഴിപാടും ഞാൻ പറഞ്ഞു തരാം. അഥവാ നമുക്കിപ്പോൾ അറിയില്ലല്ലോ, പലരും നമ്മളുടെ വീട്ടിൽ ചിലപ്പം വിവാഹം കഴിച്ച് വന്നു കയറുന്നവരുണ്ടാവും, പുതുതായി ജനിക്കുന്നവരുണ്ടാവും, അങ്ങനെ പലതരത്തിൽ നാളുകാർ നമ്മളുടെ വീട്ടിൽ വന്നു ചേരും. അപ്പം ദോഷനാളുകൾ ഒന്നിച്ച് അഥവാ വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ദോഷപരിഹാരവും ഒറ്റമൂലി പരിഹാരവും ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ ഭാഗ്യം കൊണ്ടുവരുന്ന, രാജയോഗ തുല്യമായിട്ടുള്ള അനുഭവം നിങ്ങളുടെ വീടിന് കൊണ്ടുവരുന്ന ആ നക്ഷത്ര കൂട്ടം എന്നുള്ളത്. ഒന്നാമത്തേത് എന്ന് പറയുന്നത് 11 എണ്ണം ഉണ്ട്. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഉത്രവും അത്തവുമാണ്. ഉത്രം നക്ഷത്രവും അത്തം നക്ഷത്രവും ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ വീടിൻ്റെ സാമ്പത്തിക ഉയർച്ച വളരെ കൂടും എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ട് ആ വീട് രക്ഷപ്പെടും എന്നുള്ളതാണ്. ആ വ്യക്തികൾക്ക് മാത്രമല്ല, ആ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ധനപരമായിട്ടുള്ള അഭിവൃദ്ധി ഈശ്വര കൃപയാൽ വന്നു ചേരും എന്നുള്ളതാണ്. പെട്ടെന്നായിരിക്കും ചിലപ്പം കണ്ണുമൂടി തുറക്കുന്നതിന് മുമ്പ് ഇവരുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാവുന്നത്. ചിലപ്പോൾ ഉത്രവും അത്തവും ഒരു വീട്ടിൽ ഒന്നിച്ചുണ്ടാവില്ല. ചിലപ്പം വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന ഒരു പെൺകുട്ടി ഈ പറയുന്ന ഒരു അത്തംകാരിയാണ്. വീട്ടിൽ വരുമ്പം വീട്ടിൽ നേരത്തെ ആ വീട്ടിലെ ഒരംഗം ഉത്രംകാരനോ ഉത്രംകാരിയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വന്നു കയറുന്ന പെണ്ണ് വരുന്നതോടുകൂടി ഈ 2 നക്ഷത്രങ്ങളും ഒരു കൂരയ്ക്ക് കീഴിൽ വരികയും ആ വീടിന് ഈ പറയുന്ന രാജയോഗം വരികയും ചെയ്യാം. ചിലപ്പോൾ പുതുതായിട്ട് ജനിക്കുന്ന ഒരു കുട്ടി ഇത്തരത്തിൽ നക്ഷത്രത്തിൽ പെട്ടതാണ് എന്നുണ്ടെങ്കിൽ, ഉത്രത്തിലോ അത്തത്തിലോ പിറന്ന ഒരു കുട്ടി ജനിക്കുന്നു, നേരത്തെ ആ വീട്ടിൽ മറ്റൊരു ഉത്രത്തിലോ അത്തത്തിലോ ജനിച്ച ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഉത്രവും അത്തവും ഒരു വീടിനുള്ളിൽ വരുമ്പോഴേക്കും ആ വീടിൻ്റെ ഉയർച്ച അവിടെ ആരംഭിക്കുക. ചിലർ പറയത്തില്ലേ, ആ പെണ്ണ് വന്ന് കയറിയതിന് ശേഷം ആ വീട് രക്ഷപ്പെട്ടത്, അല്ലെ ആ കൊച്ചു ജനിച്ചതിന് ശേഷം അവരുടെ കഷ്ടപ്പാട് തീർന്നത് എന്നൊക്കെ പറയത്തില്ലേ. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ നക്ഷത്ര ചേർച്ചയുടെ സൗഭാഗ്യഫലമാണ് എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുക ആ ഒരു ജനിച്ച ആളിൻ്റെ ഭാഗ്യം മാത്രമായിരിക്കുന്നു. അതും ഉണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു ഭാഗ്യം കൂടെ ഇതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ഉത്രവും അത്തവുമാണ് ഒന്നാമത്തേത് എന്ന് പറയുന്നത്. വീട്ടിൽ ആരുടെയെങ്കിലും ഉണ്ടോ ഉത്രോ അത്തോ ഉള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണത് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ ഭാഗ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എന്ന് പറയുക, അറിയാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യമാണ്. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയവും പുണർദവുമാണ്. അതിഗംഭീരമാണെന്നാണ് പറയുന്നത്. ഒരു വീട്ടിൽ പുണർദവും പൂയവും ഒന്നിച്ച് വന്നാൽ ആ വീട് സകല വിജയങ്ങളും കൈവരിക്കും.
രാജയോഗം, സാക്ഷാൽ രാജയോഗം ആ വീടിന് വരുമെന്നാണ് പറയുന്നത്. ധനപരമായിട്ട് വിജയം, കാര്യവിജയം, തൊഴിലഭിവൃദ്ധി, ആ വീട്ടിലെ ഗൃഹനാഥന് രാജയോഗ തുല്യമായിട്ടുള്ള അനുഭവങ്ങൾ, ഇതൊക്കെ കൈവരുമെന്നാണ് പറയുന്നത്. വീട്ടിലെ 2 മക്കൾ പുണർദവും പൂയോ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യമാണെന്നാണ് പറയുന്നത്. ആ വീട് അതുപോലെ വാനോളം കുതിച്ചുയരുമെന്നാണ് പറയുന്നത്. ഏറ്റവും ഭാഗ്യം തരുന്ന ഒരു പേരാണ് പുണർദം പൂയം എന്ന് പറയുന്നത്. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവരും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരും ഒരു വീട്ടിൽ വരിക എന്നുള്ളത്. ആരെങ്കിലും ഉണ്ടോ ആ ഭാഗ്യം സിദ്ധിച്ചവർ? നാൾക്ക് നാൾ ഉയരും. എത്ര ജീവിതത്തിൽ മനപ്രയാസം ഉണ്ടെങ്കിലും ഇവരൊന്നിച്ച് വാഴുന്നിടത്ത് സന്തോഷവും സമാധാനവും നാൾക്ക് നാൾ ഉയർച്ചയും കൈവരും എന്നുള്ളതാണ്. മൂന്നാമത്തെ കൂട്ടം എന്ന് പറയുന്നത് അശ്വതിയും രേവതിയാണ്. ഏറ്റവും ഐശ്വര്യം കേട്ടോ. മഹാലക്ഷ്മി ആ വീട്ടിൽ വാഴുമെന്നാണ് പറയുന്നത്. അശ്വതിയും രേവതിയും ഏത് വീട്ടിലാണോ ഒരുമിച്ച് വരുന്നത്, പ്രത്യേകിച്ചും സ്ത്രീകൾ അശ്വതിയും രേവതിയും വരുന്നത് ഇരട്ടി ഫലമാണെന്നാണ് പറയുന്നത്. അശ്വതി നക്ഷത്രവും രേവതി നക്ഷത്രവും ഒറ്റ വീട്ടിൽ വന്നിട്ടുള്ള ഏത് വീട് വേണമെങ്കിലും നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, ആ വീടൊക്കെ രക്ഷപ്പെട്ട ചരിത്രമേ പറയാനുണ്ടാവുള്ളൂ എന്നുള്ളതാണ്. എത്ര കഷ്ടപ്പാടിൽ ജീവിക്കുന്നവരാണെങ്കിലും ഈ 2 നക്ഷത്രങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ 2 നക്ഷത്രത്തിലുള്ളവർ ഒരു കൂരയ്ക്ക് കീഴിൽ വന്നു കഴിയുമ്പോൾ, ചിലപ്പോൾ വിവാഹം കഴിച്ചായിരിക്കും, ഭാര്യയും ഭർത്താവും ആയിരിക്കും അശ്വതിയും രേവതിയായിട്ട് വരുന്നത്. വന്നു കഴിഞ്ഞാൽ അവിടെ ആരംഭിക്കുകയായി ആ വീടിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഏറ്റവും ഐശ്വര്യമാണ്. അടുത്തത് 4ാമത്തേത് എന്ന് പറയുന്നത് ഉത്രാടവും തിരുവോണവുമാണ്. നേരത്തെ പറഞ്ഞ പോലെ അശ്വതിയുടെയും രേവതിയുടെയും കാര്യം പറഞ്ഞ പോലെയാണ്. വളരെ ഐശ്വര്യം തുളുമ്പുന്ന മഹാലക്ഷ്മി സാന്നിധ്യം ഒരു വീട്ടിൽ വരുന്നു എന്ന് പറയുന്ന രീതിയിൽ ഒരു ഐശ്വര്യം കൊണ്ടുവരുന്ന നക്ഷത്രങ്ങളാണ് തിരുവോണവും ഉത്രാടവും എന്ന് പറയുന്നത്. ഒറ്റ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും. അതുമാത്രമല്ല, ഈ തിരുവോണവും ഉത്രാടവും ഒന്നിച്ചൊരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും, സാമ്പത്തിക അടിത്തറ ഉണ്ടാകും. തലമുറകൾക്ക് വരെ ആ സാമ്പത്തിക ഭദ്രത അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. എന്താണ് തലമുറകൾക്ക് വരെ എന്ന് പറയുന്നത്? ഒരുപക്ഷെ നിങ്ങൾ ഉണ്ടാക്കുന്ന ആ സാമ്പത്തിക അടിത്തറ നിങ്ങളുടെ അടുത്ത 2 തലമുറകൾക്കും കൂടി ചിലപ്പം അത് അനുഭവിക്കാനുള്ള യോഗമുണ്ടാകും, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള നീക്കിയിരിപ്പ് വരെ ഉണ്ടാകും എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ സത്യം. മറ്റ് 2 നക്ഷത്രം, അടുത്തത് 5ാമത്തേത് എന്ന് പറയുന്നത് ആയില്യവും മകവുമാണ്. ആയില്യവും മകവും ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ളവർക്ക് ദീർഘായുസ് ലഭിക്കുമെന്നാണ് പറയുന്നത്. ദീർഘായുസ്സും ആയുരാരോഗ്യ സൗഖ്യവും ആയില്യവും മകവും ഒറ്റ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും. അതിൽ പരം ഒരു ഭാഗ്യം കിട്ടാനുണ്ടോ? ദീർഘായുസ്സും ആയുരാരോഗ്യ സൗഖ്യവുമാണ് ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നത്. അത് ആ വീട്ടിലുള്ളവർക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇത്തരത്തിൽ ആയില്യവും മകവും ഒന്നിച്ചുണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിരിക്കൂ. ഈശ്വരൻ എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും എല്ലാ പ്രവർത്തിക്കാനുള്ള മനസ്സും ശരീരവും നൽകി അനുഗ്രഹിക്കും. സർവം ഗംഭീരമാകും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴവും വിശാഖവുമാണ്. രാജയോഗമാണ്. അനിഴവും വിശാഖവും ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രാജയോഗം ആരംഭിക്കുകയായി എന്നാണ് പറയുന്നത്. പല വീടുകളിലും ഈ വിശാഖങ്കാരായിട്ടുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ചു കൊണ്ടുവരും. ആ വീട്ടിൽ ചിലപ്പോൾ അമ്മയോ അച്ഛനോ ഒക്കെ ഈ പറയുന്ന പോലെ അനിഴങ്കാരായിരിക്കും. ഭയങ്കര ഐശ്വര്യമായിരിക്കും. പെണ്ണ് വന്ന് കയറുന്ന ഉടനെ ആ വീടിൻ്റെ ഉയർച്ച ആരംഭിക്കുകയായി എന്ന് നാട്ടുകാർ പറയും. അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, ഈ 2 നക്ഷത്രങ്ങൾ ഒരു കൂരയ്ക്ക് കീഴിൽ വരുമ്പോഴുണ്ടാകുന്ന ആ ഐശ്വര്യമാണ് കാരണമെന്ന് പറയുന്നത്. അനിഴം വിശാഖം ഒരുമിച്ച് വീട്ടിലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അറിയാൻ കഴിയുന്ന തന്നെ മഹാഭാഗ്യമാണ്, ആ വീടിൻ്റെ സൗഭാഗ്യമാണ് ഈ 2 നക്ഷത്രക്കാർ ഒന്നിച്ച് വന്നിരിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് ചതയവും പൂരുരുട്ടാതിയാണ്. 7ാമത്തെ സെറ്റ് ചതയവും പൂരുരുട്ടാതി നക്ഷത്രവും. നല്ല ഐശ്വര്യമായിരിക്കും കേട്ടോ. മഹാലക്ഷ്മി യോഗം ഉണ്ടാകും, കുബേര യോഗം ഉണ്ടാകും, ധനാഭിവൃദ്ധി, സാമ്പത്തിക ഉയർച്ചയൊക്കെ ആ വീടിനുണ്ടാകും. വലിയൊരു വീടായി ഒരുപാട് പേരും പ്രശസ്തിയും അംഗീകാരങ്ങളും തേടി വരുന്ന ഒരു ഭവനമായി ആ ഭവനം മാറുകയും ചെയ്യുന്നതാണ്. ഏറ്റവും ഐശ്വര്യമാണ് ചതയവും പൂരുരുട്ടാതിയും. അതുപോലാണ് തൃക്കേട്ടയും അനിഴവും വരുന്ന വീടുകൾ. ഈ അനിഴം നക്ഷത്രം പൊതുവേ നല്ല ഐശ്വര്യമുള്ള നക്ഷത്രമായിട്ട് കണക്കാക്കുന്ന നക്ഷത്രമാണ്. ഒരു കുട്ടി ജനിക്കാനായിട്ടൊക്കെ ഏറ്റവും നല്ല നക്ഷത്രങ്ങളിലൊന്നാണ് അനിഴം നക്ഷത്രം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരുപാട് യോഗങ്ങളൊക്കെ ഉള്ളതാണ്. നമ്മൾ പല നക്ഷത്രങ്ങളും ഗ്രഹിച്ച് ചെല്ലുമ്പോൾ ഒരുപാട് ദോഷങ്ങളും കാര്യങ്ങളും കാണുമെങ്കിലും അനിഴം നക്ഷത്രത്തിന് വല്ലാത്തൊരു ചൈതന്യം പൊതുവെ കാണാറുണ്ട്. ആ അനിഴത്തിനോടൊപ്പം അതുപോലെ തന്നെ ചൈതന്യമുള്ള നക്ഷത്രമായ തൃക്കേട്ട ചേരുമ്പം ആ വീടിന് നല്ല രീതിയിലുള്ള ഉയർച്ച കൈവരും എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങൾ ഈ നക്ഷത്രക്കാർ ചേരുന്ന വീടുകൾ വെട്ടിപ്പിടിക്കുമെന്നാണ് പറയുന്നത്. ഒരുപാട് ഉയരങ്ങൾ, അധികാര സ്ഥാനങ്ങൾ, അധികാര കേന്ദ്രങ്ങളൊക്കെ ഈ വീടിനെ തേടി വരും, അല്ലെ വീടിനെ ചുറ്റി നിൽക്കും എന്നുള്ളതാണ്.
അത്രയേറെ ഭാഗ്യമുള്ള നക്ഷത്രമാണ് തൃക്കേട്ടയും അനിഴവും എന്ന് പറയുന്നത്. അതുപോലെ തിരുവാതിരയും മകയിരവും. തിരുവാതിരയും മകയിരവും ഒന്നിച്ചു വന്നാൽ കാര്യവിജയവും സന്തോഷവും ഉണ്ടാവും എന്നാണ് പറയുന്നത്. സന്തോഷം അല്ലെങ്കിൽ കാര്യവിജയം ഒക്കെ ആ വീടിനെ തേടി വരും. ഭാഗ്യദോഷങ്ങൾ ഒഴിയും. എന്താണ് ഭാഗ്യദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ? പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഭാഗ്യത്തിൻ്റെ തുണയില്ലാത്തതുകൊണ്ടായിരിക്കും. അയ്യോ, ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ജയിച്ചേനെ, അല്ലെങ്കിൽ ഭാഗ്യക്കേട് കൊണ്ടാണല്ലോ ഞാൻ പരാജയപ്പെട്ടു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തട്ടി നീങ്ങും. ആ വീട്ടിൽ വിജയം നിത്യസന്ദർശകനായി മാറും എന്നുള്ളതാണ്. അതുപോലെ 10ാമത്തേത് എന്ന് പറയുന്നത് വിശാഖവും ചോതി നക്ഷത്രവുമാണ്. വളരെ അപൂർവമായിട്ട് വീടുകളിൽ കാണുന്ന 2 നക്ഷത്രങ്ങളാണ്, ജനനങ്ങൾ സംഭവിക്കുന്ന നക്ഷത്രങ്ങളാണ് വിശാഖവും ചോതിയും. മറ്റ് നക്ഷത്രങ്ങളെ വെച്ച് നോക്കുമ്പം വിശാഖം ചോതി ഒരു വീട്ടിൽ വരുന്ന കേസ് നമ്മൾ വളരെ കുറച്ചേ കാണാറുള്ളൂ. ഒരു വലിയ അപൂർവ ഭാഗ്യമാണ് ഈ 2 നക്ഷത്രക്കാർ ഒരു വീട്ടിൽ വരിക എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷന്മാർ ഒരേ വീട്ടിൽ വരുന്നത് ഇരട്ടി ഫലം കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ഒരേ നക്ഷത്രത്തിൽ ജനിച്ച വിശാഖം ചോതി പുരുഷന്മാർ ഒരു വീട്ടിൽ, അതായത് ഇപ്പോൾ അച്ഛനും മകനും ഈ പറയുന്ന നാളുകളാണെന്ന് വെച്ചോ, വിശാഖവും ചോതി, അച്ഛൻ വിശാഖമാണ് മകൻ ചോതിയാണ് എന്നുണ്ടെങ്കിൽ ഗംഭീരം. അവർ ഒരു വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം ഒരു ശക്തിക്കും തകർക്കാനാവില്ല. വലിയ രീതിയിലുള്ള സൗഭാഗ്യം ആ വീടിനെ തേടി വരും എന്നുള്ളതാണ്. അതുപോലെ 11ാമത്തെ എന്ന് പറയുന്നത് അവിട്ടവും തിരുവോണവും ഒരു വീട്ടിൽ വരിക എന്നുള്ളതാണ്. 2 നക്ഷത്രങ്ങൾ, അവിട്ടം നക്ഷത്രത്തോടൊപ്പം തിരുവോണം നക്ഷത്രം ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ ജീവിതാഭിലാഷങ്ങളൊക്കെ സാക്ഷാത്കരിച്ച് ആ ജീവിതാവസാനം വരെ സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം ആ വീട്ടിലുള്ളവർക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഒരുപാട് ജീവിതത്തിൽ സ്വപ്നം കണ്ടതൊക്കെ നേടിയെടുക്കാൻ ഈ നക്ഷത്രക്കാർ രണ്ടും ചേരുന്നത് ഉചിതമാണ്. ഈ നക്ഷത്രക്കാർ വിവാഹം കഴിക്കുന്നത് ഉചിതമാണ്. ഈ നക്ഷത്രക്കാർ ഒരു വീട്ടിൽ വന്ന് കയറുന്നത് അല്ലെങ്കിൽ ഒന്നിച്ച് താമസിക്കുന്ന ഉചിതമാണ്. ഈ നക്ഷത്രത്തിൽ മക്കൾ ജനിക്കുന്നത് ഉചിതമാണ്. ഈ നക്ഷത്രത്തിൽ മരുമകൾ വന്ന് കയറുന്നത് ഉചിതമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഗംഭീരമാണ് അവിട്ടവും തിരുവോണവും ഒരു നക്ഷത്രത്തിൽ ഒരു ഭവനത്തിൽ വരിക എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ആ 11 നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഈ നാളുകൾ ഒന്നിച്ച് വീട്ടിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലെന്ന് പറയണേ. അറിയാൻ കഴിയുന്ന തന്നെ മഹാഭാഗ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഈ 11 നക്ഷത്രങ്ങൾ പോലെ തന്നെ വേറെ ഒരു 5 നക്ഷത്രങ്ങളും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ നക്ഷത്രക്കാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ നാളുകൾ ഒന്നിച്ചൊരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ദോഷമാണ്. നേരത്തെ പറഞ്ഞ സൗഭാഗ്യത്തിൻ്റെ നേരെ വിപരീതമായിട്ട് അനർത്ഥങ്ങളാണ് കാണുന്നത്. പക്ഷേ അനർത്ഥങ്ങളെന്ന് കേൾക്കുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. അഥവാ ഈ നാളുകൾ അറിയാതെ വന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ അങ്ങ് ചെയ്യണം കേട്ടോ. ഞാൻ വീഡിയോയുടെ അവസാനം ഒരു കാര്യം പറഞ്ഞുതരാം. അത് നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ചെയ്യണം. ആ ദോഷം അങ്ങ് വിട്ടുപോകും. പിന്നെ ആ ദോഷം ബാധിക്കത്തില്ല എന്നുള്ളതാണ്. അതായത് കാർത്തിക അശ്വതി ഈ 2 നാളുകൾ ഒരു വീട്ടിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ദുരിതങ്ങളായിരിക്കും കേട്ടോ. ഒന്ന് തൊടുമ്പം മറ്റേത്, അടുത്തത് തൊടുമ്പോൾ അടുത്തത് എന്നുള്ള രീതിയിൽ ദുരിതങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒന്ന് തീരുമ്പോൾ ഒന്നുള്ള രീതിയിൽ ദുരിത പെയ്ത്തായിരിക്കും. നമ്മൾ കാര്യം അറിയാതെ കിടന്ന് ഉഴലും. പലരും എൻ്റെ അടുത്ത് ഈ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കാൻ വരുമ്പം ഞാൻ വീട്ടിലുള്ള നക്ഷത്രങ്ങൾ മൊത്തം കുറിച്ച് വാങ്ങി നോക്കുന്ന സമയത്ത് മിക്കവാറും കാണുന്നതാണ് ഈ അശ്വതിയും കാർത്തികയും ഒരു വീട്ടിലുണ്ടാകും. ചിലപ്പം സഹോദരങ്ങൾ അശ്വതിയും കാർത്തികയായിരിക്കും, ഒറ്റ വീട്ടിലായിരിക്കും താമസിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പം അച്ഛനും മകനും ഒരു ഈ പറഞ്ഞ നക്ഷത്രക്കാരായിരിക്കും. അത് പല ദോഷങ്ങളും അത്തരത്തിൽ കാണാറുണ്ട്. അതിലൊന്നാണ് ഈ കാർത്തിക അശ്വതി എന്ന് പറയുന്നത്. സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളുണ്ടാവും. ഒന്ന് തീരുമ്പോൾ അനർത്ഥം ഉണ്ടാവും. ഒരു സ്വസ്ഥതയില്ലാത്ത ജീവിതമായിരിക്കും. വിഷമിക്കേണ്ട, പരിഹാരമുണ്ട്. അഥവാ ഈ നാളുകാരുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ അവസാനം ഒരു ഒറ്റമൂലി പറഞ്ഞുതരാം. അങ്ങനെ ചെയ്താൽ മതി, ഒരു ദോഷവും ഏൽക്കത്തുമില്ല. ഉത്രാടവും അവിട്ടവും 2ാമത്തത് അങ്ങനെയുള്ളൊരു നക്ഷത്രമാണ്. ഉത്രാടവും അവിട്ടവും രോഗദുരിതങ്ങൾ, പ്രശ്നങ്ങൾ, ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം ഇതൊക്കെ ഉണ്ടാവും. അതുപോലെ തൃക്കേട്ടയും പൂരാടവും കഷ്ടകാലം വിട്ടൊഴിയത്തില്ല. കഷ്ടകാലമായിരിക്കും എന്നും. ചെന്ന് തൊടുന്നതൊക്കെ നമുക്ക് തന്നെ തിരിഞ്ഞു കൊത്തും. പല കാര്യങ്ങളിലും ഏർപ്പെട്ടിട്ട് അവസാന മിനിറ്റിൽ നഷ്ടപ്പെട്ടു പോവും. പല സ്വപ്നം കണ്ട കാര്യങ്ങളും നടക്കാതെ വഴിമുട്ടിക്കിടക്കും. ഇതൊക്കെയായിരിക്കും ഫലം. അതുപോലെ ഭരണിയും രേവതിയും വരുന്നത് ഉയർച്ച മുരടിക്കുമെന്നാണ് പറയുന്നത്. അതോടുകൂടി ആ വീടിൻ്റെ ഉയർച്ച തന്നെ ചിലപ്പോൾ ആ വീട്ടിലുള്ള അത് മറ്റുള്ളവരെ അത് ബാധിക്കാൻ സാധ്യതയുള്ള രീതിയിൽ ഉയർച്ചയ്ക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ ആയില്യവും പൂരവും വരുന്നത് ധനത്തിന് മുരടിപ്പുണ്ടാവുമെന്നാണ് പറയുന്നത്. ആയില്യവും പൂരവും ഒരു വീട്ടിൽ വരുന്നത് ധനത്തിന് മുരടിപ്പുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ 5 നക്ഷത്രങ്ങൾ കാർത്തിക അശ്വതി, ഉത്രാടം അവിട്ടം, തൃക്കേട്ട പൂരാടം, ഭരണി രേവതി, ആയില്യം പൂരം, ഈ 5 സെറ്റ് നക്ഷത്രങ്ങൾ ഒരേ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിനടുത്ത് ശിവക്ഷേത്രമുണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിൽ ഞായറോ തിങ്കളോ ദിവസങ്ങളിൽ മാസത്തിലൊരിക്കൽ, ഒരു മാസത്തിൽ ഒറ്റ തവണ മതി, ഒരു ഐക്യമത്യ പുഷ്പാഞ്ജലി ചെയ്യിക്കണം കേട്ടോ. ഈ നാളുകാരുടെ പേരും നാളും പറഞ്ഞു കൊടുത്ത് ഐക്യമത്യ പുഷ്പാഞ്ജലി ഈ നാളുകാരുടെ പേരിൽ ഒന്നുകിൽ ശിവക്ഷേത്രത്തിൽ
ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ചെയ്യിക്കുക. അല്ലെങ്കിൽ ദേവീക്ഷേത്രം വീട്ടിനടുത്തുണ്ടെങ്കിൽ ദേവീക്ഷേത്രത്തിൽ ഐക്യമത്യ പുഷ്പാഞ്ജലി വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ നടത്തിക്കുക. മാസത്തിൽ ഒരെണ്ണം ഇവരുടെ പേരും നാളും പറഞ്ഞു കൊടുത്തത്. ഇനി മാസത്തിൽ നടത്താൻ പറ്റുന്നില്ലേ 3 മാസം കൂടുമ്പോഴെങ്കിലും ഒരെണ്ണം നടത്തുക. ഒരു വർഷത്തിൽ 4 എണ്ണം, അതായത് 3 മാസം കൂടുമ്പോൾ 3, 3, 6, 3, 9, 3, 12, ഒരു വർഷത്തിൽ 4 തവണ എന്നുള്ള രീതിയിൽ 3 മാസം കൂടുമ്പോൾ ഒരിക്കൽ ഇവരുടെ പേരും നാളും പറഞ്ഞു കൊടുത്ത് ഒരു ഐക്യമത്യ പുഷ്പാഞ്ജലി ഭഗവതി ക്ഷേത്രത്തിൽ വെള്ളി ചൊവ്വ ദിവസങ്ങളിലോ അല്ലെങ്കിൽ ശിവക്ഷേത്രമാണ് ഞായർ തിങ്കൾ ദിവസങ്ങളിലോ നടത്തുക. അത് നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എല്ലാ നന്മകളും കൊണ്ടുവരും. മേൽപ്പറഞ്ഞ ദോഷങ്ങളൊന്നും നിങ്ങളുടെ വീടിനെ തൊടത്തില്ല, ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നതാണ്. അപ്പം ഇതാണ് ദോഷനാളുകൾക്കായിട്ട് പറയാനുള്ളത്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ. ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ. നന്നായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.